ഫറവോനോട് ദൈവം സംസാരിക്കുന്ന അടയാളം അഹരോന്റെ വടി മിസ്രൈമ്യ വടികളെ വിഴുങ്ങിക്കളയുന്നതാണ്. അഹരോൻ വടിയിട്ടപ്പോൾ സർപ്പമായി, അതൊരടയാളമാണ്. എന്ത്? ഇസ്രായേൽ സർപ്പത്തെ പോലെയാണ്. അത് വെറും വടിയല്ല. ഫറവോൻ പറഞ്ഞു ഞങ്ങളും വടിയല്ല, ഞങ്ങളും സർപ്പമാണ്. പക്ഷേ ദൈവം പറയുന്നു നീ സർപ്പമായിരിക്കാം, പക്ഷേ എൻ്റെ സർപ്പം നിന്റെ സർപ്പത്തെ തിന്നുകളയാൻ പോകുകയാണ്, വിഴുങ്ങിക്കളയാൻ പോകുകയാണ്. ഈ അടയാളമാണ് ചെങ്കടലിൽ നടക്കുന്നത്. അപ്പോൾ ഫറവോനോടുള്ള അടയാളം എന്താണ്? സർപ്പം വടിയാകുന്നതല്ല. എന്താണ്? അഹരോന്റെ സർപ്പം, ഇസ്രായേലാകുന്ന സർപ്പം ഫറവോന്യ സർപ്പത്തെ വിഴുങ്ങുന്നതാണ് അടയാളം. ആ വിഴുങ്ങലാണ് ചെങ്കടലിൽ നടക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതൊരു സിമ്പൽ, ഒരു സൈനാണ്. വേദപുസ്തകത്തിലുടനീളം ഈ അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വേദപുസ്തകത്തിൽ പലപ്പോഴും അത്ഭുതങ്ങളല്ല വലുത്, അത്ഭുതങ്ങൾക്ക് അപ്പുറത്തുള്ള അടയാളങ്ങളാണ്. ഈവൻ ഐ ഹാവ് റിട്ടൺ ആർട്ടിക്കിൾസ് ഓൺ ദാറ്റ്. അപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കരയിൽ കൊണ്ടുവന്നത് അറിയാതെ പറ്റിപ്പോയ അബദ്ധമല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. എന്തിന്? ചെങ്കടൽ കടത്താൻ. ചെങ്കടൽ കടത്തുക എന്നതിനോട് ചേർന്ന് മറ്റൊരു ലക്ഷ്യം കൂടെ ദൈവത്തിനുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? മിസ്രൈമ്യരെ മുക്കിക്കളയുക എന്ന ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേലിനെ അക്കരെ കടത്താൻ മാത്രമല്ല, മിസ്രൈമ്യരെ മുക്കിക്കളയേണ്ടതിനും കൂടെയാണ് ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ സമുദ്രത്തിനരികെ പാളയമിറങ്ങാൻ കൽപ്പിച്ചത്. ഒരു ബിഷപ്പ് ഒരിക്കൽ ഒരു സഭയിൽ ഇങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു, അതെ നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ അത്ഭുതമൊന്നുമല്ല, ഈ ചെങ്കടൽ കടന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഞാൻ പോയി കണ്ടിട്ടുണ്ട്, അവിടെ ഒന്നും വലിയ വെള്ളമൊന്നുമില്ല, മുട്ടറ്റം വെള്ളമേ ഉള്ളൂ, ചെങ്കടലിലെ മുട്ടറ്റം വെള്ളമേ ഉള്ളെന്ന്. ഇത് കേട്ടപ്പം ഒരു അപ്പച്ചൻ അവിടെ ഇരുന്ന് ഭയങ്കര സ്വോത്രം ഹല്ലേലൂയ എന്നെ ചോദിച്ചു, എടോ താനെന്തിനാണോ ഇത്ര വലിയ ഹല്ലേലൂയ പറയുന്നത്? ഞാൻ പറഞ്ഞത് അത് വലിയ അത്ഭുതമല്ലെന്നല്ലേ. ഏതാ? ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നത് വലിയ അത്ഭുതമല്ല, കാര്യം അവിടെ മുട്ടറ്റം വെള്ളമേ ഉള്ളെന്നല്ലേ ഞാൻ പറഞ്ഞു. അതെ, പിന്നെ താനെന്തിനാ ഹല്ലേലൂയ പറഞ്ഞത്? തിരുമേനി, ഞാൻ ഹല്ലേലൂയ പറഞ്ഞത് ഇസ്രായേൽ മക്കൾ മുട്ടറ്റം വെള്ളത്തിലൂടെ നീന്തി കടന്നതിനല്ല. ഞാൻ ഹല്ലേലൂയ പറഞ്ഞത് ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ ഫറവോനെയും സൈന്യത്തെയും ദൈവം മുക്കിക്കളഞ്ഞതെന്നോർത്താ. ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തുക എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ മനസ്സിൽ എന്തുകൊണ്ടായിരുന്നു? ഫറവോന്റെ സൈന്യത്തെ മുക്കിക്കളയുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം ചെങ്കടൽ കടക്കാൻ അവരോട് ആവശ്യപ്പെട്ടത്? എന്താണെന്നറിയാമോ റീസൺ? ചെങ്കടലിനിക്കരെ ഫറവോന്റെ രാജ്യമാണ്, ചെങ്കടലിനക്കരെ ഫറവോന്റെ രാജ്യമല്ല. ചെങ്കടൽ കടന്നു കഴിഞ്ഞാൽ ഫറവോന് ഇസ്രായേൽ മക്കളുടെ മേൽ യാതൊരു തരത്തിലുള്ള അധികാരവും ഇല്ല. ഇത് വലിയൊരു ആത്മീക യാഥാർത്ഥ്യമാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ റിയാലിറ്റി. അതുകൊണ്ട് ഇതിന്റെ പിന്നിലെ സ്പിരിച്വൽ റിയാലിറ്റി എന്താണ്? ലോകത്തിൽ ചോരത്തളി ആചരിച്ച് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ ബാപ്റ്റിസത്തിലൂടെ എന്ത് സംഭവിക്കുകയാണ്? ലോകത്തിന്റെ സാമ്രാജ്യത്തോട് വിട പറയുകയാണ്. പിന്നീട് ലോകത്തിന്റെ സാമ്രാജ്യത്തിന്, ലോകത്തിന് ഒരു വിശ്വാസിയുടെ മേൽ യാതൊരു അവകാശവുമില്ല. കാര്യം അത് വേറൊരു ലോകമാണ്. യു ആർ എൻറ്ററിങ് ഇൻ ടു എ ന്യൂ വേൾഡ്. ഒരു പുതിയ ലോകത്തിലേക്ക് കിടക്കുകയാണ്. അതൊരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. ഈ സ്പിരിച്വൽ റിയാലിറ്റിയുടെ ഒരു ബാഹ്യമായ അടയാളം മാത്രമാണ് വാസ്തവത്തിൽ ബാപ്റ്റിസം എന്ന് പറയുന്നത്. സ്നാനത്തിലൂടെ നമ്മൾ പറയുന്നത് എന്താണ്? ഫറവോന് ഞാനിനി അടിമയല്ല, പരമസിയോന് ഞാനിനി അന്യനല്ല, ഞാനിനി ഫറവോന്റെ ഭാഗമല്ല, ഫറവോൻ എൻ്റെ മേൽ അവകാശമില്ല. പ്രിയമുള്ളവരെ, ഫറവോൻ നമ്മുടെ മേൽ അവകാശമില്ലാത്ത ഒരു പരമസിയോനിലേക്കുള്ള ആ കവാടം കടക്കുന്നതാണ് വാസ്തവത്തിൽ ബാപ്റ്റിസം എന്ന് പറയുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഇത് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, ഇവിടെ ചോരത്തളിയും പെസഹയും ആചരിച്ച ജനം ഇപ്പോൾ ചെങ്കടൽ കടന്നിരിക്കുകയാണ്. അവിടെയും അവർ വിശ്വാസത്താൽ കരയിലൂടെ എന്നതുപോലെ കടലിലൂടെ നടന്നു കയറുകയാണ്. അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രോബ്ലം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ അദൃശ്യ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ദൃശ്യമായ പ്രതിഫലനമാണിതെന്ന് എബ്രായ ലേഖനകാരൻ അത് മനസ്സിലാക്കുന്നുണ്ട്. അടുത്തതായിട്ട് എബ്രായ ലേഖനകാരൻ പറയുന്നത് എന്താ? യെരിഹോ മതിൽ തകർക്കുന്ന കാര്യമാണ്. യെരിഹോ മതിൽ ഇടിക്കുന്ന സംഭവം നമുക്ക് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ കാര്യങ്ങൾ വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. യെരിഹോ മതിൽ ഇടിച്ചു കളഞ്ഞത് ആരാണ്? പണ്ട് ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഒരു ഇൻസ്പെക്ടർ വന്നിട്ട് ക്ലാസ്സിലിരിക്കുന്ന പിള്ളേരോട് ചോദിച്ചു, യെരിഹോ മതിൽ ഇടിച്ചത് ആരാണ്? ഒരു പയ്യൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ ഞാനല്ലെന്ന്. ഇൻസ്പെക്ടർക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ കേട്ടോ ഇവൻ പറയുന്നത്? അവൻ പറഞ്ഞു, ശരിയായിരിക്കും സാറേ, അവൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല, അവനൊരു കുഴപ്പമില്ലാത്ത ഒരു ചെറുക്കൻ, അവനങ്ങനെ മതിലൊന്നും ഇടിക്കുമെന്നൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഇത് കേട്ടിട്ട് ഇൻസ്പെക്ടർക്ക് പിന്നെ സങ്കടം വന്നിട്ട് ഹെഡ് മാസ്റ്ററുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഹെഡ് മാസ്റ്ററോട് പറഞ്ഞതേ ഞാനൊരു ക്ലാസ്സിൽ ചെന്ന് യെരിഹോ മതിൽ ഇടിച്ചാലെന്ന് ചോദിച്ചപ്പോൾ ചെറുക്കൻ പറയാം അവനല്ലെന്ന്. ടീച്ചറിനോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറയാ അവൻ അങ്ങനെ ചെയ്യുന്നതല്ലെന്ന്. ഹെഡ് മാസ്റ്ററിനെ പറഞ്ഞത് സാറേ ആ ടീച്ചർ കള്ളമൊന്നും പറയുന്ന ആളല്ലെന്ന്. നമ്മൾ യെരിഹോ മതിൽ ഇടിക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഒത്തിരി സങ്കല്പങ്ങളുണ്ട്. നമ്മൾ പലരും നമുക്കറിയാമല്ലോ എന്താണ്, 6 ദിവസങ്ങൾ അവർ ഈ യെരിഹോ മതിലിന് ചുറ്റും റോന്ത് ചുറ്റുകയാണ്.
ഏഴാമത്തെ ദിവസം അവർ 7 പ്രാവശ്യം, അല്ലേ? റൈറ്റ്. അതിനുശേഷം അവരെന്താണ്? അവർ കാഹളമൂതുകയാണ്. ആ കാഹളമൂതുന്ന സമയത്ത് എരിഹോ മതിൽ ഇടിഞ്ഞു വീഴുകയാണ്. അപ്പോൾ ചില പാസ്റ്റർമാരൊക്കെ വന്ന് നിങ്ങളെ ഒന്ന് ചൂട് കയറ്റാൻ പറയും, കണ്ടോ കാഹളമൂതിയപ്പോൾ അവർ ആർപ്പിടുന്ന ശബ്ദത്തിൽ ഇത് താഴെ വീണു, അതുകൊണ്ട് നിങ്ങളും ആർപ്പിട്, എരിഹോ മതിൽ തകരാൻ പോകുകയാണെന്നൊക്കെ പറയണം. കേൾക്കാൻ സുഖമുണ്ടെങ്കിലും ഞാൻ പറയട്ടെ, ഇവരുടെ കാഹള ശബ്ദം കേട്ടൊന്നും താഴെ വീഴത്തക്കത്ര ബലഹീനമൊന്നും അല്ല എരിഹോ മതിൽ. മുകളിൽ വീടുകൾ പണിയത്തത്ര വീതിയുള്ള, ഒരു മനുഷ്യനും ആക്രമിച്ച് കീഴടക്കാൻ കഴിയാത്ത നിലയിൽ ശക്തമായ കോട്ടയാണത്. അത് ശബ്ദം കേട്ടാലൊന്നും താഴെ വീഴുന്നതല്ല. ആരാണ് എരിഹോ മതിലിടിച്ചത്? അദൃശ്യനായ ദൈവമാണ് എരിഹോ മതിലിടിച്ചത്. അത് കണ്ടിവരെ ആർപ്പിട്ടെന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ ദൈവികതയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന എരിഹോ മതിൽക്കോട്ടകളെ തകർത്ത് കളയുന്നത് നമ്മളുടെ പ്രാർത്ഥന കൊണ്ടും ആരാധന കൊണ്ടും പോലുമല്ല. ഇറ്റ് ഈസ് ഡൺ ബൈ ഗാഡ്. ദൈവം ചെയ്യുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് നമ്മളൊരു ഹല്ലേലൂയ പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി, അദൃശ്യ ലോകത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തി, അത് കണ്ട് കർത്താവിനെ സ്തുതിക്കുന്നത് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ സ്തുതിച്ചുകൊണ്ടാണ് മതിൽ വീണതെന്ന് പറയുന്നത് അഹങ്കാരമാണ്. അത് നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കത്തേ ഉള്ളൂ. അതുകൊണ്ടല്ല, ദൈവം ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കണ്ട് ദൈവത്തെ എന്ത് ചെയ്യുകയാണ്? വി ആർ വർഷിപ്പിംഗ് ഗാഡ്, വർഷിപ്പിംഗ് ഗാഡ്. നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ 13-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ സെയ്സ് അബൌട്ട് റാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് സ്റ്റോറി അറിയാമല്ലോ. എരിഹോ മതിലിൻ്റെ മുകളിൽ പാർത്തിരുന്നതായ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട്. ആ കാലമുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. ദേശം ഒറ്റുനോക്കാൻ പോയവരെ ഇവൾ എന്ത് ചെയ്തു? അവിടെ ഒളിപ്പിച്ചിട്ട് അവരെ മടക്കി വിടുമ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ അവൾ പറയാണ്, എനിക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾ ഈ പട്ടണം കീഴടക്കാൻ പോവുകയാണ് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങളിതിനെ നിർമൂലമാക്കുവാൻ പോകുകയാണെന്നുള്ളതും എനിക്കറിയാം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഈ പട്ടണത്തെ നിർമൂലമാക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും സ്പെയർ ചെയ്യണം. അവർ പറഞ്ഞു, ഞങ്ങൾ തരുന്നതായ ഈ ചരട് നിൻ്റെ ഈ കിളിവാതിലിന്മേൽ നീ കെട്ടുകയാണെങ്കിൽ നിനക്ക് ഒന്നും സംഭവിക്കത്തില്ല. യു നോ ദാറ്റ് സ്റ്റോറി. ഈ സ്ത്രീ പിന്നീട് അവൾക്ക് എന്ത് സംഭവിച്ചു? ഇസ്രായേൽ മക്കൾ അവളെ വീണ്ടെടുത്തു. അവൾ ഇസ്രായേലിൽ വന്നു. ജീനിയോളജി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഇവള് ദാവീദിൻ്റെ മാതാമഹിയായി തീരുകയാണ്. ദാവീദിൻ്റെ തലമുറയിൽ പുറകോട്ട് പോകുമ്പോൾ റാഹാബ് ദാവീദിൻ്റെ ഒരു അമ്മയായി വരികയാണ്. റാഹാബിൻ്റെ ജീനിയോളജി മാത്രം വേണ്ട, യേശുവിൻ്റെ ജീനിയോളജി പറഞ്ഞു വരുമ്പോഴും ഈ റാഹാബ് അതിനകത്ത് അംഗമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ദൈവപുത്രൻ്റെ മാതാമഹിയായി തീരത്തക്ക രീതിയിൽ റാഹാബ് വളർന്നു വരുവാൻ, അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് അവൾ ആയിത്തീരുവാൻ കാരണമായി തീർന്നത് എന്താണ്? ഇറ്റ് വാസ് ഫെയ്ത്ത്. എന്ത് ഫെയ്ത്ത്? ഇസ്രായേലിൻ്റെ ദൈവം, അദൃശ്യനായ ദൈവം, അവനാണ് യഥാർത്ഥ ദൈവമെന്ന് അവളോട് ആരും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൊന്നുമല്ല. അല്ലെങ്കിൽ അവൾ വായിച്ചു അതിനുള്ള നമുക്കൊരു പക്ഷേ അതിനുള്ള കപ്പാസിറ്റിയുള്ള സ്ത്രീയാണോ അവളെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഷീ ഹാഡ് ഫെയ്ത്ത് ഇൻ ദ ലിവിങ് ഗാഡ്, ദ ഗോഡ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നും ഒരു രാഷ്ട്രത്തിനും ഒരു രാജ്യത്തിനും ആ ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ കഴിയുകയില്ലെന്നും അവൾ വിശ്വാസത്താൽ അറിഞ്ഞു. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പട്ടിക പറയുമ്പോൾ വേശ്യയായ ഈ റാഹാബിൻ്റെ കാര്യവും പറയാൻ കാര്യം. വിശ്വാസ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. അവിശ്വാസികളായ എരിഹോവിലെ ജനങ്ങളുടെ ഇടയിൽ അവളൊരു വിശ്വാസിയായിരുന്നു. എന്തായിരുന്നു അവളുടെ വിശ്വാസം? ഇസ്രായേലിൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം. എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് അവൾ അറിഞ്ഞത്? സയൻസ് പഠിച്ചത് കൊണ്ടല്ല, അവൾ അദൃശ്യ ലോകത്തിൽ ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഹൂ ഈസ് ഗാഡ്? അവൾക്ക് അതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായി. ഇനി നമ്മൾ അടുത്തത് കാണുന്നത് സാക്ഷികളുടെ ഒരു വലിയ സമൂഹമാണ്. എന്നിട്ട് ഇത്രയും ആളുകളുടെ ചരിത്രം പറഞ്ഞിട്ട് 32-ാം വാക്യം വരുമ്പോഴത്തേക്ക് എബ്രായ ലേഖനകാരൻ ചോദിക്കുകയാണ്, ഇനി എന്തു പറയണ്ടു? ഗിദെയോൻ, ബാരാക്ക്, ശിംഷോൻ, യിഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. അതായത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ കാര്യങ്ങൾ ഇത്രയും ആളുകളുടെ ചരിത്രം പറഞ്ഞിട്ട് ഇനി പറയുകയാണെങ്കിൽ എത്രയോ ആളുകളുടെ ചരിത്രം പറയാൻ കിടക്കുന്നു എന്നാണ് എബ്രായ ലേഖനകാരൻ ചോദിക്കുന്നത്. അതായത് വിശ്വാസവീരന്മാരുടെ പട്ടിക എന്ന് പറയുന്നത് തീർന്നു പോകുന്ന ഒരു പട്ടികയല്ല. വിശ്വാസവീരന്മാരുടെ പട്ടിക, ഒരു സാക്ഷികളുടെ വലിയ സമൂഹമാണിത്. അത് നീണ്ടുപോകുന്ന ഒരു പട്ടികയാണ്, തീർന്നു പോകുന്ന പട്ടികയല്ല. അത് പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും, പുതിയ നിയമത്തിൽ മാത്രമല്ല സഭാചരിത്രത്തിലും നീണ്ടുകിടക്കുന്ന ഒരു പട്ടികയാണ്. ആരുടെ പട്ടിക? വിശ്വാസത്താൽ വീര്യം പ്രവർത്തിച്ചവരുടെ പട്ടിക. ഇന്ന്
എനിക്ക് നിങ്ങളോടും എന്നോടും ചോദിക്കാനുള്ള ഒരു ചോദ്യമേ ഉള്ളൂ. ഈ വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് നിങ്ങളുടെയും കൂടെ പേര് ചേർക്കണ്ടേ എന്നാണ് ചോദിക്കാനുള്ളത്. നമ്മളും കൂടെ ഈ പട്ടികയിൽ കയറി നിൽക്കേണ്ടതിനാണ് എബ്രായ ലേഖനകാരൻ ഈ പട്ടിക ഇവിടെ നമ്മൾക്ക് വിവരിച്ചു തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇവരാരും അസാമാന്യരായ ആളുകളായിരുന്നില്ല, ഇവരെല്ലാം സാധാരണക്കാരായ ആളുകളായിരുന്നു. പക്ഷേ ഈ സാധാരണക്കാരായ ആളുകളിൽ അസാധാരണ പ്രവൃത്തികൾ ചെയ്യത്തക്ക രീതിയിൽ അവരെ പ്രാപ്തമാക്കേണ്ടതിന് അദൃശ്യനായ ദൈവം കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പ് നൽകുന്ന വിശ്വാസത്തിൻ്റെ ലോകത്ത് അവരോട് കൂടെ സഹവസിക്കുകയും അവരെ അദൃശ്യ ശക്തി കൊണ്ട് നിറയ്ക്കുകയും ആ അദൃശ്യ ലോകത്തെ ദൃശ്യലോകത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ ഇവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. They were chosen by God to perform supernatural things. മേ ബി നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിമാനുഷികമായ കാര്യങ്ങൾ ചെയ്യാൻ, സ്വാഭാവികമായ ഒരു മനുഷ്യന് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവരെ ദൈവം എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ്? ദൃശ്യലോകത്തിലല്ല, അദൃശ്യ ലോകത്തിൽ. എന്തുകൊണ്ട് അവർ തെരഞ്ഞെടുക്കപ്പെട്ടു? അവര് ഈ കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ ലോകത്തേക്ക്, അദൃശ്യ യാഥാർത്ഥ്യങ്ങളിലേക്ക്, ആത്മീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് കയറി ചെന്നതുകൊണ്ട് ദൈവം അവരുടെ കൈക്ക് പിടിച്ച് അവരെയും കൊണ്ട് അദൃശ്യനായി ദൃശ്യലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണം, ദൃശ്യലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ യാഥാർത്ഥ്യം കാണാത്തതാണെന്ന് തിരിച്ചറിഞ്ഞ്, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം, കാണുന്നതല്ല യാഥാർത്ഥ്യം, കാണാത്തതാണ് നിത്യം എന്നറിഞ്ഞ് കാണാത്ത ലോകത്തേക്ക്, കാണാൻ കഴിയാത്ത ലോകത്തേക്ക്, അദൃശ്യ ലോകത്തേക്ക് ആത്മാവാകുന്ന ദൈവത്തെ തിരക്കി ചെന്ന് ആത്മാവാകുന്ന ദൈവത്തിൻ്റെ കൈ പിടിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അദൃശ്യനായി ഈ ദൃശ്യലോകത്തിലേക്ക് ഇവരുടെ കൂടെ ഇറങ്ങി വന്നു. അതുകൊണ്ടാണ് ഈ ദൃശ്യലോകത്തിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ അവർ പ്രാപ്തരായത്. അല്ലാതെ ഇവർ അസാമാന്യരായതുകൊണ്ടല്ല. ഇവർ അസാമാന്യരല്ല, ഇവർ നോർമൽ പീപ്പിൾ. പക്ഷെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ അദൃശ്യനായ ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എരിഹോ മതിലിടിച്ചത് അദൃശ്യനായ ദൈവമാണ്, അല്ലാതെ ദൃശ്യമായ ഒരു സോൾജിയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു സമൂഹമല്ല, ഒരു സൈനിക സമൂഹമല്ല. ഇറ്റ് വാസ് ഗാഡ് വാസ് വർക്കിംഗ് ഫോർ ദം. ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ചെങ്കടലിലെ വെള്ളം വിഭാഗിച്ചത് എന്താണ്? അദൃശ്യനായ ദൈവമാണ്. പക്ഷേ അതൊരു ദൃശ്യ യാഥാർത്ഥ്യമാണ്. ദൃശ്യ യാഥാർത്ഥ്യത്തിന് പിന്നിൽ അദൃശ്യനായ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആ ദൈവം ഈ പറഞ്ഞ വ്യക്തികളുടെ ജീവിതത്തിൽ മാത്രമല്ല, ഹാനോക്ക് മുതൽ ഇനി താഴെ റഹാബ് വരെയുള്ള പേരെടുത്ത് പറയപ്പെട്ട ആളുകളുടെ ചരിത്രത്തിൽ മാത്രമല്ല, അതേപോലെ തന്നെ ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ.